ഹലോ ഹലോ 14,000 രൂപയുടെ IEM ആണ് ഇന്നിയർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ചെവിക്കകത്ത് വെച്ചിട്ട് പാട്ട് കേൾക്കുക കളിക്കുക അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനം. ഇത് വന്നിട്ട് സിംഗോട്ടിന്റെ സൂപ്പർ മിക്സ് 4 ആണ്. സൂപ്പർ മിക്സ് 4 എന്നുള്ള പേര് പോലെ തന്നെ അതിൽ 4 ഡിഫറെന്റ് ഡ്രൈവേഴ്സ് കൂടിയിട്ടാണ് ഇതിൽ വരുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഞാനിത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ഞാൻ 60 to 70 hours ഇത് ടെസ്റ്റ് ചെയ്തിട്ടാണ് റിവ്യൂ ഇടുന്നത്. അപ്പം ബേണിംഗ് ടൈം കഴിഞ്ഞു. ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഇനിഷ്യൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷയം സാധനമാണ്, ഒരു രക്ഷയില്ല. ഈ ബോക്സിന്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഒരു പൗച്ച് ഉണ്ട്, ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് ഉണ്ട്. പിന്നെ സ്മോൾ, മീഡിയം, ലാർജ് ഇയർ ബഡ്സ് ഉണ്ട്. ഏറ്റവും ഞാൻ IEMs യൂസ് ചെയ്ത് ഏറ്റവും എനിക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇയർ ക്യാപ്പ് സ്വിച്ച് ചെയ്ത് ഇത് മാറ്റുമ്പോഴത്തേക്ക് ഇതിലുള്ള ഈ ഫിൽറ്ററും കൂടെ ഊരി ചിലപ്പോൾ വരാറുണ്ട്. എനിക്ക് ഈ ഫിൽറ്ററും കൂടെ ഇതിൽ യൂണിബോഡി ഡിസൈനാണ്. ഈ ഫിൽറ്ററും ഇതും ഒരു ബോഡിയാണ്, മനസ്സിലായി. അപ്പോൾ ഇത് ഊരി വരുന്ന പേടിക്കണ്ട. ഇതിന്റെ കൂടെ തന്നിങ്ങനെ കേബിൾ എന്ന് പറഞ്ഞാൽ കോപ്പർ സിൽവർ പ്ലേറ്റഡ് ഒരു കേബിളാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ കേബിൾ മാറ്റിയിട്ട് വേറൊരു തേർഡ് പാർട്ടി കേബിൾ, ഇപ്പോൾ ട്രൈപ്പോവിൻ സോണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേബിളിലോട്ട് ഒരിക്കലും സ്വിച്ച് ചെയ്യേണ്ടില്ല. അതിന് വേണ്ടി പൈസ കളയേണ്ടി വരില്ല. 10-2 രൂപ സേവ് ചെയ്യാം. കിട്ടില്ല കേബിളാണ്. ഇത്രയും നല്ല കേബിൾ എനിക്ക് വേറെ ഒരു IEMൻ്റെയും കിട്ടിയിട്ടില്ല. ശരിക്കും പറയാമല്ലോ, ഇത് അടിപൊളി കേബിളാണിത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ IEMs ഒരു 70 to 80 hours യൂസ് ചെയ്തു. ബേണിംഗ് ടൈം എന്ന് പറയുന്ന സമയമുണ്ട്. എല്ലാ IEMs ഹെഡ്ഫോൺസിന് ഒരു ബേണിംഗ് ടൈം ഉണ്ട്. നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവുന്ന സമയം അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവേഴ്സ് ഒന്ന് ബേണിംഗ് ആവുന്ന ഒരു ടൈം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിന്റെ കറക്റ്റ് ഇത് കിട്ടും. ഒരു 80 മണിക്കൂർ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങിനാണ് അതിൽ 3/4 സമയം യൂസ് ചെയ്യും. 3/4 ഓൾമോസ്റ്റ് ഫുൾ സമയം യൂസ് ചെയ്യും. ഞാൻ ഒരു ഓഡിയോ ഫയലല്ല, ഞാൻ അങ്ങനെ പാട്ട് കേൾക്കാറില്ല. ട്രബിള് കൂടി ബേസ് കുറഞ്ഞ ഒരു IEMs ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഗെയിമിങ്ങിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ബേസ് ഒട്ടും ഇഷ്ടമല്ല. വെർട്ടിക്കാലിറ്റി, ഇമേജിങ്, ഈ 2 സാധനം ഞാൻ ഭയങ്കര നോക്കുന്ന 2 സാധനമാണ്. എന്ന് വെച്ചാൽ ഇമേജിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 പേരെ നമ്മളെ വെടിവെക്കുകയാണ്, അല്ലെങ്കിൽ 2 പേര് ഒരാൾ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ബാക്കിൽ നിന്ന് വെടിവെക്കുകയാണ്. നമ്മൾ ഇതിൽ ഏത് ട്യൂവലാണ് ആദ്യം എടുക്കേണ്ടത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എനിമി എവിടെയാണെന്ന് മാത്രം മനസ്സിലാവില്ല, എനിമിയുടെ എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാക്ട് ഡിസ്റ്റൻസ് മനസ്സിലാവും ഇതിൽ. അത് ഞാൻ യൂസ് ചെയ്ത IEMൽ എല്ലാ IEMസിലും അങ്ങനെയൊക്കെ മനസ്സിലാവും, പക്ഷെ കുറച്ചുകൂടെ കൂടുതലാണ് ഇതിൽ എനിക്ക് യൂസ് ചെയ്തതിൽ. പ്ലീസ് അതേപോലെ ഞാൻ പറഞ്ഞ ഒരു സാധനമാണ് വെർട്ടിക്കാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. സെയിം ഒരു പ്ലെയിനിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇമേജ് ഇതേപോലെ തന്നെ നമ്മളെ മേളിൽ കൂടെ ഒരാൾ ഓടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മേളിൽ താഴെ കൂടെ ഓടുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇൻസ്റ്റൻസിലാണ് ഈ വെർട്ടിക്കാലിറ്റി കൂടുതൽ ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന 1-2 ഇൻസ്റ്റൻസിലും എനിക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലായി. എൻ്റെ കൂടെ അല്ല ഓടുന്നത്. നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു നമ്മളെ കൂടെയാണ് ഓടണമെന്ന് തോന്നുന്നത്. ഇത് കറക്റ്റ് മേളിൽ ഓടുന്ന സൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും മേളിലാണെന്ന്. പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നവർ, അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് മെയിൻലി പാട്ട് കേൾക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ വോക്കൽ ക്ലാരിറ്റി, ട്രബിള് ആൻഡ് ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ഇതിൽ പക്കയാണ്. ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് കോൺസേർട്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബേസ് കുറച്ച് കൺട്രോൾഡ് ബേസ് ആണ്. വളരെ ഭയങ്കര ബേസ് എക്സ്പെക്ട് ചെയ്തെടുക്കുന്നവർ ഇത് പ്രിഫർ ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ബാക്കിയെല്ലാം ഇതിൽ പക്കയാണ്. അപ്പം ഹെഡ്ഫോൺസ് നമ്മൾ എപ്പോഴും IEMലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരാഴ്ച ചെവി വേദന കാണും. അത് എല്ലാവരും കാണും. അപ്പം പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എന്നെ കൊണ്ട് പറ്റൂല, മാറാമെന്ന് വിചാരിക്കും. അത് ശരിക്കും അത് എല്ലാവർക്കും വരും ഈ ചെവി വേദന. അത് ചെവിയിൽ ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വേദന വരും. ഇവിടെ ഇത് ഇരുന്നിരുന്നിരുന്ന് അതങ്ങനെ വയ്ക്കാത്തതുകൊണ്ടാണ്. ശീലമില്ലാത്തവർക്ക് വരും. അതല്ല ഇന്നിയർ യൂസ് ചെയ്യുന്നവർക്ക് അത് വരില്ല. പക്ഷെ ആദ്യമായിട്ട് IEM അല്ലെങ്കിൽ ഇന്നിയർ യൂസ് ചെയ്യുന്നവർക്ക് അത് വരും. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ സാധനം. ഭയങ്കര ചെറുതാണ്, ഒട്ടും വെയിറ്റോ ഒന്നുമില്ല, ഭയങ്കര ചെറുതാണ്. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ. ഞാൻ ഇത് വെച്ചിട്ട് വാച്ച് പാർട്ടി, ഗെയിം പ്ലേ എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈവിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇയർബഡ്സ് നിങ്ങൾ ആ ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഇയർബഡ് സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ആണോ കണ്ടുപിടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഐസൊലേഷൻ കിട്ടും. വെളിയിൽ നടക്കുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കത്തില്ല. ഈ സൂപ്പർ മിക്സ് 4 ഞാൻ യൂസ് ചെയ്തത് ഒരു ഡാക്ക് വെച്ചിട്ടാണ്. അത് കുറച്ച് പവർ ഹംഗ്രിയാണ്. അപ്പോൾ ഒരു ഡാക്ക് പറ്റുന്നുണ്ട് എടുത്താണ്, ഒരു കൺവെർട്ടർ C2 3.5. ഈ IEMs ആരാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 5,000-6,000 റേഞ്ചിലൊക്കെ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ IEMs യൂസ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷനാണിത്. ഒരു 12,000-13,000 പ്രൈസ് റേഞ്ചിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള IEMs ഇതുവരെ കറണ്ട്ലി ടിൽ ഡേറ്റ് യൂസ് ചെയ്ത IEMsൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു IEM തന്നെയാണിത്. ഇതാണ് എൻ്റെ സൂപ്പർ മിക്സ് 4ന്റെ റിവ്യൂ. അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്, ബൈ.